നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിന്റെ അറബിക്കിന്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ ചോദ്യത്തിന് കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 നഖ്റോൽ ഹിക്കായ വനുജീബു അനിൽ അസ്ഇല. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നൗഫൽ ദാരിസുൻ ഫി സൊഫി റാബിഅ. നൗഫൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അൽയോം യജ്രി ഫി മദ്രസതിഹി അൽ ഇഹ്തിഫാലു സനവി. അവന്റെ സ്കൂളിൽ വാർഷികാഘോഷം നടക്കുന്ന ദിവസമാണ്. വസുല നൗഫൽ വഅസ്ദിഖാഉഹു ഇലൽ മദ്രസതി മുബക്കിറൻ ഫി മലാബിസ ജദീദ. നൗഫൽ അവന്റെ കൂട്ടുകാരോടൊപ്പം പുതിയ വസ്ത്രമെല്ലാം അണിഞ്ഞ് സ്കൂളിലേക്ക് നേരത്തെ എത്തി. ഇജ്തമഅന്നാസു ഫി ഫിനാഇൽ മദ്രസ. സ്കൂളിന്റെ മുറ്റത്ത് ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നു. ബദഅൽ ബർനാമിജ് ഫി സഅത്തിൽ 10 സ്വബാഹൻ. രാവിലെ 10 മണിക്ക് തന്നെ പ്രോഗ്രാമുകൾ ആരംഭിച്ചു. വഫി വഖ്തിൽ ഗദാഇ വജദ നൗഫൽ മെഹ്ഫള അമാമൽ മസ്റഹ്. ഉച്ച സമയത്ത് സ്റ്റേജിന് മുൻവശത്ത് നൗഫൽ ഒരു പേഴ്സ് വീണ് കിടക്കുന്നത് കണ്ടു. അഹദഹ വഅസ്റാ ബിഹാ ഇലാ നാളിരിൽ മദ്രസ. അവൻ അതെടുത്ത് ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക് ധൃതിയിൽ പോയി. ഹന്നഅഹുൽ മുദരിസൂന അലാ സ്വദഖിഹി വ അമാനതിഹി. അവന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് അധ്യാപകർ അവനെ അഭിനന്ദിച്ചു. നുജീബ്. ഇനി നമ്മൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഫി അയ്യി സൊഫിൻ യദ്റുസു നൗഫൽ. നൗഫൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫി സൊഫി റാബിഅ. 4ാം ക്ലാസ്സിലാണ് അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഐന ഇജ്തമഅന്നാസു. ജനങ്ങൾ എവിടെയാണ് തടിച്ചു കൂടിയിരിക്കുന്നത്? ഫി ഫിനാഇൽ മദ്രസ. സ്കൂളിന്റെ മുറ്റത്താണ്. മൂന്നാമത്തെ ചോദ്യം, മതാ ബദഅൽ ബർനാമിജ്. പ്രോഗ്രാം എപ്പോഴാണ് തുടങ്ങിയത്? ഫി സഅത്തിൽ 10 സ്വബാഹൻ. രാവിലെ 10 മണിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നുകമ്മിൽ. പൂരിപ്പിക്കാം. നാലാമത്തെ ചോദ്യം, വസുല നൗഫൽ ഇലൽ മദ്രസതി ഡാഷ്. കൂട്ടുകാർ പാരഗ്രാഫിൽ നോക്കൂ. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? വസുല നൗഫൽ ഇലൽ മദ്രസതി മുബക്കിറൻ ഫി മലാബിസ ജദീദ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വജദ നൗഫൽ ഡാഷ് അമാമൽ മസ്റഹി. എന്താണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്? വജദ നൗഫൽ മെഹ്ഫള അമാമൽ മസ്റഹി. ആക്ടിവിറ്റി 2 നുകമ്മിലുൽ ഹിവാർ. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. بعد تناول الغداء رأى نوفل صديقه محسنا يبكي وحيدا. ഉച്ചഭക്ഷണം കഴിച്ച ശേഷം നൗഫൽ അവന്റെ കൂട്ടുകാരൻ മുഹ്സിൻ ഒറ്റക്ക് നിന്ന് കരയുന്നത് കണ്ടു. അഖ്ബറ നൗഫൽ മുദരിസതഹു. അങ്ങനെ നൗഫൽ അവന്റെ അധ്യാപകനെ വിവരമറിയിച്ചു. ജാഅത്തിൽ മുദരിസ. അങ്ങനെ അധ്യാപിക വന്നു. ഫജറ ബൈനഹുമാ ഹിവാർ. അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് നമ്മൾക്ക് പൂർത്തിയാക്കേണ്ടത്. സംഭാഷണം പൂർത്തിയാക്കാനായി കൂട്ടുകാർക്ക് ഇവിടെ സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? തനാവൽത. നീ കഴിച്ചു. അലമുൻ ഷദീദുൻ. കഠിനമായ വേദന. അൽ മുസ്തഷ്ഫ. ഹോസ്പിറ്റൽ. അൽ മഷ്റൂബാത്ത്. പാനീയങ്ങൾ. മത. എപ്പോൾ. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കാമല്ലോ. അൽ മുദരിസ. എന്താണ് അധ്യാപിക ചോദിക്കുന്നത്? മാ ബികയാ മുഹ്സിൻ. എന്താണ് മുഹ്സിൻ നിനക്ക് പറ്റിയത്? അപ്പോൾ മുഹ്സിൻ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? സൂചനകളിൽ നൽകിയിട്ടുണ്ടല്ലോ. അലമുൻ ഷദീദുൻ. കഠിനമായ വേദന അല്ലേ? അൽ മുദരിസ. അപ്പോൾ അധ്യാപിക എന്താണ് ചോദിക്കുക? ഡാഷ് ബദഅ. ഡാഷ് തുടങ്ങിയത്. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? എപ്പോഴാണ് തുടങ്ങിയത് എന്നായിരിക്കും അധ്യാപിക ചോദിച്ചിട്ടുണ്ടാവുക. സൂചനകളിൽ നിന്നും മത എന്ന് നമ്മൾ അവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ മുഹ്സിൻ എന്താണ് പറയുന്നത്? അൽ ആൻ. ഇപ്പോഴാണ് തുടങ്ങിയത് അല്ലേ? അൽ മുദരിസ. അപ്പോൾ അധ്യാപിക എന്താണ് ചോദിക്കുന്നത്? ഹൽ ഡാഷ് ഷൈഅൻ ബഅദൽ ഗദാ. ഉച്ചഭക്ഷണ ശേഷം എന്തെങ്കിലും ഡാഷ് ഉണ്ടോ? എന്തായിരിക്കും അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? ഉച്ചഭക്ഷണ ശേഷം എന്തെങ്കിലും നീ കഴിച്ചിട്ടുണ്ടോ എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? സൂചനകളിൽ നിന്നും ഹൽ തനാവൽത എന്ന് നമ്മൾ അവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ മുഹ്സിൻ എന്താണ് പറയുന്നത്? നഅം. അതെ. ശരിബ്തുൽ അസ്വീറൽ മുഅബ്ബഅ.
ഞാൻ പാക്കറ്റ് ജ്യൂസ് കുടിച്ചിരുന്നു. അൽ മുദരിസ, അപ്പോൾ അധ്യാപിക എന്താണ് പറയുന്നത്? ലാ തശ്റബ് മിസ്ല ഹാദിഹി ഡാഷ്, ഇതുപോലെയുള്ള ഡാഷ് കുടിക്കരുത്. എന്തായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവുക? ഇതുപോലെയുള്ള പാനീയങ്ങൾ കുടിക്കരുത് എന്നായിരിക്കും. നമ്മൾ സൂചനകളിൽ നിന്നും അൽ മഷ്റൂബാത്ത് എന്നവിടെ എടുത്ത് പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ മുഹ്സിൻ എന്താണ് പറയുന്നത്? ത്വബഅൻ യാ സയ്യിദത്തി, ശരി ടീച്ചറെ. അൽ മുദരിസ, അപ്പോൾ അധ്യാപിക എന്താണ് പറയുന്നത്? ലാ ബഅസ്, സാരമില്ല. നെറൂഹു ഇല ഡാഷ്, നമ്മൾക്ക് പോകാം. എങ്ങോട്ട് പോകാം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നെറൂഹു ഇലൽ മുസ്തഷ്ഫ. ആക്ടിവിറ്റി 3 നുൻഷിദു വനുകമ്മിലു, പാടാം, പൂരിപ്പിക്കാം. ദഖലത് ഹിബ ഫാത്തിമ അൽ മസ്റഹ, ഹിബ ഫാത്തിമ സ്റ്റേജിലേക്ക് പ്രവേശിച്ചു. വഅൻഷദത് മൻദൂമൻ അനിൻ നളാഫ, അവൾ വൃത്തിയെക്കുറിച്ചൊരു കവിത ചൊല്ലി. എന്താണത്? യാ സുമലാഇ യാ സുമലാഇ നഹ്ഫളു ജിസ്മൻ യാ സുമലാ, യാ സുമലാഇ ഡാഷ് നഗ്സിലു സൗബൻ യാ സുമല. എങ്ങനെയാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ആവർത്തിച്ചു വരുന്ന വാക്കുകൾ ഏതാണെന്ന് കണ്ടെത്തി അത് അവിടെ പൂരിപ്പിച്ചാൽ മതി. എങ്ങനെയാണ് ഈ കവിത പൂരിപ്പിക്കേണ്ടതെന്ന് നമ്മൾക്ക് നോക്കാം. യാ സുമലാഇ യാ സുമലാഇ നഹ്ഫളു ജിസ്മൻ യാ സുമല, യാ സുമലാഇ യാ സുമലാഇ നഗ്സിലു സൗബൻ യാ സുമല. യാ അഹ്ബാബി യാ അഹ്ബാബി നഅകുലു ഹസനൻ യാ അഹ്ബാബ്, യാ അഹ്ബാബി യാ അഹ്ബാബി നത്റുദു മർദൻ യാ അഹ്ബാബ്. യാ ഇഖ്വാനി യാ ഇഖ്വാനി നക്നിസു ഖദറൻ യാ ഇഖ്വാൻ, യാ ഇഖ്വാനി യാ ഇഖ്വാനി നഹ്മൽ ബിഅത യാ ഇഖ്വാൻ. ആക്ടിവിറ്റി 4 നഖ്താറു വനക്തുബു, തെരഞ്ഞെടുക്കാം, എഴുതാം. സാറ നൗഫൽ അൽ മഅറള ബിമുനാസബത്തിൽ ഇഹ്തിഫാൽ, നൗഫൽ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന എക്സിബിഷൻ സന്ദർശിച്ചു. മഅഹു അസ്ദിഖാഉഹു, അവന്റെ കൂടെ അവന്റെ കൂട്ടുകാരുമുണ്ട്. റഅൗ ബഅദ സുവർ, അവർ ധാരാളം ചിത്രങ്ങൾ കണ്ടു. നുലാഹിലു സുവറ വനഖ്താറുൽ ജുമലൽ മുനാസിബ മിനൽ ഖാന, ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഓരോന്നിനും താഴെ അതിന് അനുയോജ്യമായ വാക്യങ്ങൾ ഏതെല്ലാമാണെന്ന് ബോക്സിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏതെല്ലാമാണ്? യഫ്ഹസു ത്വബീബു അൽ മരീള, ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. യുസാഇദുൽ വലദു അൽ ഹരിമ, ആൺകുട്ടി അന്ധനെ സഹായിക്കുന്നു. യഖൂമുൽ വാലിദു അമാമ സ്വൈദലിയ, പിതാവ് ഫാർമസിക്ക് മുൻപിൽ നിൽക്കുന്നു. യഖൂമു ശുർത്തിയു വസ്തശാരിഇ, പോലീസ് റോഡിന് നടുവിൽ നിൽക്കുന്നു. യഖിഫുൽ ഖിതാറു ഫിൽ മഹത്വ, ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുന്നു. യൽഅബുൽ വലദു അൽ കുറത്ത, ആൺകുട്ടി ബോൾ കളിക്കുന്നു. ഒന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഏതാണെന്ന് നിങ്ങൾക്ക് ഉദാഹരണമായി അവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ആൺകുട്ടി ബോൾ കളിക്കുകയാണ്, അല്ലെ? യൽഅബുൽ വലദു അൽ കുറത്ത. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? തീവണ്ടി സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഏതാണ് ആ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം? യഖിഫുൽ ഖിതാറു ഫിൽ മഹത്വ. മൂന്നാമത് കാണുന്ന ചിത്രം എന്താണ്? പോലീസ് റോഡിന് നടുവിൽ നിൽക്കുകയാണ്, അല്ലെ? ആ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഏതാണ്? യഖൂമു ശുർത്തിയു വസ്തശാരിഅ. നാലാമത് കാണുന്ന ചിത്രം എന്താണ്? അന്ധനായ ഒരാളെ ആൺകുട്ടി സഹായിക്കുകയാണ്, അല്ലെ? അതിന് അനുയോജ്യമായ വാക്യം ഏതാണ്? യുസാഇദുൽ വലദു അൽ ഹരിമ. അഞ്ചാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? പിതാവ് ഫാർമസിക്ക് മുൻപിൽ നിൽക്കുകയാണ്, അല്ലെ? അതിന് അനുയോജ്യമായ വാക്യം ഏതാണ്? യഖൂമുൽ വാലിദു അമാമ സ്വൈദലിയ. ആറാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഡോക്ടർ രോഗിയെ പരിശോധിക്കുകയാണ്. അതിന് അനുയോജ്യമായ വാക്യം ഏതാണ്? യഫ്ഹസു ത്വബീബു അൽ മരീദ. ആക്ടിവിറ്റി 5 നുഹല്ലിലു വനക്തുബു, വിശകലനം ചെയ്യാം, എഴുതാം. വഫിൽ മസാഇ റജഅ നൗഫൽ ഇലാ ബൈതിഹി മഅൽ ഫറഹി, വൈകുന്നേരം നൗഫൽ അവന്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങി. ബഅദ തനാവുലിൽ അശാഇ ബദഅ യക്തുബു വറഖത്തൽ അമൽ, രാത്രി ഭക്ഷണശേഷം അവൻ അവന്റെ വർക്ക്ഷീറ്റ് എഴുതാൻ തുടങ്ങി. നുസാഇദുഹു ഫീ തഹ്ലീലി ലുഅബത്തിൽ കലിമാത്ത്, പദപ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾക്ക് അവനെ സഹായിക്കാം. താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെ പേരുകൾ കണ്ടെത്തി വട്ടമിടുകയും പൂരിപ്പിക്കുകയുമാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. ഒരു മാതൃക
കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. എന്താണ് ത്രികോണത്തിന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? മുസല്ലസ്. അത് വട്ടമിടുകയും പൂരിപ്പിക്കുകയും ചെയ്തത് കൂട്ടുകാർ കണ്ടല്ലോ. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അടുത്തതായി കൂട്ടുകാർ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഓയിൻമെന്റ് ആണ് അല്ലെ? ഓയിൻമെന്റിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? മർഹം. അത് വട്ടമിട്ടിരിക്കുന്നതും പൂരിപ്പിച്ചതും കൂട്ടുകാർ കണ്ടല്ലോ. അടുത്തതായി ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു തത്തയാണ്. തത്തയ്ക്ക് എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ബബഗാഉൻ. തുമ്പിക്ക് എന്താണ് പറയുന്നത്? യസൂബ്. സ്കെയിലിന് എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? മിസ്ത്വറ. ടോണിക്കിന് എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഷറാബ്. ആക്ടിവിറ്റി 6 നുമയ്യിസു വനക്തുബു. വേർതിരിക്കാം, എഴുതാം. വബഅദ കിതാബത്തിഹി സഅദ നൗഫൽ ഉഖ്തഹു അലാ തംയീസിൽ കലിമാത്തി മുഫ്രദൻ വജംഅൻ. നൗഫൽ അവന്റെ എഴുത്തുകൾക്ക് ശേഷം അവന്റെ സഹോദരിയെ മുഫ്രദും ജംഉം വേർതിരിക്കാൻ വേണ്ടി സഹായിച്ചു. ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഔറാഖ് ഇലകൾ, സ്വഗീർ ചെറുത്, ഹുസൻ സങ്കടം, മജല്ലാത്ത് മാഗസിൻസ്, സഹർ പൂവ്, ഷജറത്തുൻ മരം, ഔലാദ് ആൺകുട്ടികൾ, ഷവാരിഅ റോഡുകൾ, റസാഇൽ കത്തുകൾ, മദ്രസത്തുൻ സ്കൂൾ. ഇനി ഇവയെല്ലാം അൽ മുഫ്രദാത്ത് അൽ ജുമൂ എന്നീ 2 കോളങ്ങളിലാക്കി വേർതിരിച്ചെഴുതുകയാണ് വേണ്ടത്. തന്നിരിക്കുന്നവയിൽ അൽ മുഫ്രദാത്ത് ഏതെല്ലാമാണെന്ന് നോക്കാം. സ്വഗീർ, ഹുസ്ന്, സഹർ, ഷജറത്തുൻ, മദ്രസത്തുൻ. ഇനി തന്നിരിക്കുന്നവയിൽ അൽ ജുമൂ ഏതെല്ലാമാണ്? ഔറാഖ്, മജല്ലാത്ത്, ഔലാദ്, ഷവാരിഅ, റസാഇൽ. കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സോ പ്ലേലിസ്റ്റോ കൂട്ടുകാർ പരിശോധിക്കുമല്ലോ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.